ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 1001 രാത്രിയിലെ 38ാമത്തെ കഥയുടെ 9ാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കഥ ഉമർ രാജാവിൻ്റെയും പുത്രന്മാരുടെയും കഥ. ദുർബലയും അനാഥയുമായി തീർന്ന് അടിമ പെണ്ണുങ്ങളുടെ പരിഹാസപാത്രമായി കഴിയേണ്ടി വരുന്ന ഇബ്രീസയുടെ അവസ്ഥ ഓർത്തപ്പോൾ തോഴി ഇങ്ങനെ പറഞ്ഞു: യജമാനത്തി, ഞാൻ അവിടുത്തെ അടിമയാണ്. എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. രഹസ്യമായി നമുക്കിവിടെ നിന്ന് പോകാം. ആപത്തുണ്ടാകുമ്പോൾ അച്ഛനമ്മമാരുടെ അടുത്ത് കഴിയുന്നതാണ് ഏറ്റവും ഉചിതം. അങ്ങനെ അവർ രഹസ്യമായി യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. പറ്റിയ സന്ദർഭത്തിന് കാത്തുനിന്നു. പ്രസവം അടുക്കാറായപ്പോൾ ഇബ്രീസ പറഞ്ഞു: 4-5 ദിവസത്തിനകം ഞാൻ പ്രസവിക്കും. പക്ഷേ ഇവിടെ വെച്ച് പ്രസവിക്കുന്നതിൽ ഭേദം മരിച്ചു പോകുന്നതാണ്. തോഴി സള്ളൻ എന്നൊരു നീഗ്രോയെ വിളിച്ചുകൊണ്ട് വന്നു. ധാരാളം പണവും നാട്ടിലെത്തിയാൽ വിവാഹത്തിനൊരു പെൺകുട്ടിയെ നൽകാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ സഹായിക്കാമെന്നേറ്റു. സാധനങ്ങൾ ചുമക്കാൻ 2 കഴുതകളെയും യാത്രയ്ക്ക് 2 കുതിരകളെയും കൊണ്ടുവരാമെന്ന് അയാൾ സമ്മതിച്ചു. പക്ഷെ ആ വൃത്തികെട്ട നീഗ്രോയ്ക്ക് രാജകുമാരിയുടെയും തോഴിയുടെയും സൗന്ദര്യത്തിലായിരുന്നു മോഹം. വഴിക്ക് വെച്ച് ഞാൻ ഇവരെ ശരിപ്പെടുത്തും, വിസമ്മതിച്ചാൽ കൊന്നുകളയും, അയാൾ തന്നെത്താൻ പറഞ്ഞു. അന്ന് രാത്രി ഇരുട്ടത്ത് 3 പേരും അവിടെ നിന്ന് പുറപ്പെട്ടു. 4ാമത്തെ ദിവസം ഇബ്രീസയ്ക്ക് പ്രസവവേദന തുടങ്ങി. കുതിരപ്പുറത്തു നിന്ന് ഇറക്കി താഴെ കിടത്താൻ അവൾ നീഗ്രോയോട് പറഞ്ഞു. നിലത്ത് അവശയായി കിടക്കുന്ന രാജകുമാരിയെ കണ്ട് അടക്കാനാവാത്ത വികാരാവേശത്തോടെ വസ്ത്രങ്ങൾ മാറ്റി മുൻഭാഗം പ്രദർശിപ്പിച്ചുകൊണ്ട് കാപ്പിരി അടുത്തു ചെന്നു. അവൻ പറഞ്ഞു: ക്ഷമിക്കണേ, എനിക്കിപ്പോൾ നിങ്ങളെ വേണം. കഥ ഇത്രയും ആയപ്പോൾ നേരം പുലർന്നത് കണ്ട് ഷഹറസാദ് മൗനം പാലിച്ചു. അടുത്ത രാത്രി സമാഗതമായപ്പോൾ അവർ കഥ തുടർന്നു. കാപ്പിരിയുടെ പ്രവൃത്തി കണ്ട് ഇബ്രീസ കാപ്പിരിയെ ശപിച്ചു. കറുത്ത പിശാചെ, അവശയായ എൻ്റെ മുന്നിൽ തുണി ഉരിഞ്ഞു കാണിക്കാൻ നിനക്ക് ധൈര്യമുണ്ടായോ? എന്നെ തൊട്ടു പോകരുത്. എൻ്റെ നാട്ടിലെത്തട്ടെ, നിനക്ക് നല്ല ശിക്ഷ തരുന്നുണ്ട്. അവൾ വഴങ്ങുകയില്ലെന്ന് കണ്ട് നീഗ്രോ ആ മൃദുമേനിയിൽ വാൾമുന കുത്തിക്കയറ്റി. ഇബ്രീസ മരിച്ചെന്നറിഞ്ഞ് അവരുടെ വിലപിടിച്ച വസ്തുക്കൾ എത്രയും കഴുതപ്പുറത്ത് കയറ്റി കൊലപാതകി ഓടി മറഞ്ഞു. ജീവൻ വെടിയുന്നതിന് തൊട്ടു മുമ്പ് ഇബ്രീസ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. കുഞ്ഞിനെ കയ്യിലെടുത്ത് തോഴി ഉറക്കെ നിലവിളിച്ചു. ആ സമയം അതുവഴി പോയ ചില കുതിരപ്പടയാളികൾ ശബ്ദം കേട്ട് തിരിഞ്ഞു നിന്നു. തൻ്റെ പുത്രിയെ അന്വേഷിച്ച് ബാഗ്ദാദിലേക്ക് തിരിച്ച ഹർദൂബും സൈന്യവുമായിരുന്നു കുതിരപ്പുറത്ത് വന്നത്. തൻ്റെ പുത്രിയുടെ മൃതദേഹം കണ്ട് ഹർദൂബ് രാജാവ് മോഹാലസ്യപ്പെട്ടു. കുറെ കഴിഞ്ഞ് പ്രിയപുത്രിയെ നശിപ്പിച്ച ഉമറിൻ്റെ നാട്ടുകാരനായ കാപ്പിരിയാണ് അവളുടെ കൊലപാതകി എന്നറിഞ്ഞപ്പോൾ പ്രതികാരം ചെയ്തേ അടങ്ങൂ എന്ന് അദ്ദേഹം ശപഥം ചെയ്തു. മകളുടെ ശരീരം യഥാവിധി സംസ്കരിക്കുന്നതിന് സ്വന്തം കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. കൊട്ടാരത്തിലെത്തിയ ഉടനെ ഹർദൂബ് രാജാവ് തൻ്റെ വളർത്തമ്മയായ ദുരാചിരിണി എന്ന വൃദ്ധയെ വിളിച്ചു പറഞ്ഞു: മുസൽമാന്മാർ എൻ്റെ മകളോട് കാട്ടിയ ക്രൂരത കണ്ടില്ലേ? രാജാവ് അവളെ വ്യഭിചരിച്ചു. ഒരു കറുത്ത അടിമ അവളെ കൊന്നു. അവളുടെ ദുർഭോഗ സന്തതിയാണ് ഈ തോഴിയുടെ കയ്യിലിരിക്കുന്നത്. ഇതിന് പ്രതികാരം ചെയ്യണം. രാജാവേ, അക്കാര്യം എനിക്ക് വിട്ടുതരണം, കിഴവി പറഞ്ഞു. ആ അവിശ്വാസിയെയും കുഞ്ഞുങ്ങളെയും ഞാൻ കൊല്ലും. ലോകം പെട്ടെന്ന് മറക്കാത്ത വിധത്തിലായിരിക്കും എൻ്റെ പ്രതികാരം. സുന്ദരിയായ 5 കന്യകമാരെ കണ്ടുപിടിക്കണം. അവിശ്വാസികളുടെ നിയമം, ജീവിത രീതി, സംഗീതം, സാഹിത്യം, ചരിത്രം, രാജനീതി മുതലായവ അവരെ പഠിപ്പിക്കാൻ മുസൽമാന്മാരായ അധ്യാപകരെ നിയമിക്കണം. 10 വർഷം ചെലവിട്ടാലും വേണ്ടില്ല, എല്ലാ കലകളും അവർ പഠിച്ചിരിക്കണം. അറബികളുടെ ഇടയിൽ ഒരു ചൊല്ലുണ്ട്: 40 വർഷം കഴിഞ്ഞാലും പുതുമ മാറാത്തതാണ് പ്രതികാരം എന്ന്. എൻ്റെ പ്രതികാരം ഈ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഉമർ രാജാവ് സ്ത്രീലമ്പടനാണ്. 360 വെപ്പാട്ടിമാരും ഇബ്രീസയുടെ തോഴിമാർ 100 പേരും പിന്നെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും
സമ്മാനമായി ലഭിക്കുന്ന പെണ്ണുങ്ങളും അയാൾക്ക് മതിയാകുന്നില്ല. ഈ ദൗർബല്യം മുതലെടുത്ത് ഞാൻ അയാളെ നശിപ്പിക്കും. ഹർദൂബ് രാജാവ് സുന്ദരിയായ 5 കന്യകമാരെയും മുസൽമാന്മാരായ അധ്യാപകരെയും ഏർപ്പാട് ചെയ്തു. കഥ ഇത്രയും ആയപ്പോഴേക്കും നേരം പുലർന്നത് കണ്ട് ഷഹറസാദ് കഥ പറച്ചിൽ നിർത്തി. അടുത്ത രാത്രി അവർ കഥ തുടർന്നു. ഹർദൂബ് രാജാവിൻ്റെ നിർദ്ദേശാനുസരണം തിരഞ്ഞെടുത്ത പെൺകുട്ടികൾക്ക് എല്ലാ കലകളിലും പരിശീലനം നൽകി. ഉമർ അൽ ന്യൂമാൻ നായാട്ട് കഴിഞ്ഞ് വന്നപ്പോൾ ഇബ്രീസയെ കാണാനില്ലെന്നറിഞ്ഞ് ദേഷ്യപ്പെട്ടു. ഒരു സ്ത്രീ എൻ്റെ അന്തഃപുരത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ആരും അറിഞ്ഞില്ലെന്നോ? ഇതാണ് സ്ഥിതിയെങ്കിൽ എൻ്റെ സിംഹാസനം കള്ളന്മാർ കൊണ്ടുപോകുമല്ലോ. കൊട്ടാരം കാവൽക്കാരെ ഞാൻ ശരിപ്പെടുത്തും. ഈ അവസരത്തിൽ ഷാർഖാനും വന്നു ചേർന്നു. ഇബ്രീസിയെക്കുറിച്ച് അച്ഛൻ പറഞ്ഞത് കേട്ട് രാജകുമാരൻ അതിയായി ദുഃഖിച്ചു. കൊട്ടാരത്തിലെ അയാളുടെ ജീവിതം അസഹ്യമായി തീർന്നു. പ്രത്യേകിച്ച് തൻ്റെ ഇളയ സഹോദരനും സഹോദരിയുമാണ് അച്ഛൻ്റെ വാത്സല്യ ഭജനങ്ങളാണെന്നറിഞ്ഞപ്പോൾ അയാളുടെ ദുഃഖം സീമാതീതമായി. മകൻ്റെ ദുഃഖത്തിന് കാരണമെന്തെന്ന് ഉമർ രാജാവ് ചോദിച്ചു. ഷേർഖാൻ പറഞ്ഞു, അച്ഛാ, അതിന് പല കാരണങ്ങളുമുണ്ട്. ഈ കൊട്ടാരത്തിൽ താമസിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ബാഗ്ദാദിൽ നിന്ന് അകലെയുള്ള ഏതെങ്കിലും ഒരു പ്രവിശ്യയിലെ ഗവർണറായി എന്നെ നിയമിച്ചാൽ മതി. ഞാൻ അവിടെ കഴിഞ്ഞോളാം. ഉമർ രാജാവ് മകനെ ആശ്വസിപ്പിച്ചു. മകനെ, നിന്റെ ദുഃഖം ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ രാജ്യത്തിലെ വളരെ പ്രധാനപ്പെട്ട നഗരമാണ് ദമാസ്കസ്. നിന്നെ അവിടുത്തെ ഗവർണറായി നിയമിക്കാം. ഉടനെ പ്രഭുക്കന്മാരെയും ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ച് ഷേർഖാനെ ദമാസ്കസ് ഗവർണറായി നിയമിച്ചു. രാജകുമാരൻ അച്ഛനമ്മമാരോട് യാത്ര പറഞ്ഞ് ബാഗ്ദാദിൽ നിന്ന് പോയി. ദമാസ്കസിലെ പുതിയ ഭരണാധികാരിയെ ജനങ്ങൾ സസന്തോഷം സ്വീകരിച്ചു.